ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായില്ലേ ശരിക്കും ഒരു മര്യാദയ്ക്ക് നമ്മളൊരു വീഡിയോ വന്നിട്ട്. അപ്പം ഞാൻ ഓരോ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിപ്പോയതേനു കേട്ടോ. നമുക്ക് വീടിൻ്റെ തൊട്ട മുറ്റത്ത് തന്നെ കല്യാണമായിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണം പ്രമാണിച്ച് നമ്മളെ വീട്ടിലും പന്തലും കാര്യങ്ങളും ആളും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അയൽവക്കത്തെ കല്യാണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചുരുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കും നമ്മളെ വീട്ടിലും കുടുംബത്തിലൊക്കെ നടക്കണ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇന്നലെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൽക്കാരം കഴിഞ്ഞത് വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെയാണ് അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണമൊക്കെ നല്ല ഉഷാറിൽ കഴിഞ്ഞിരിക്കണ്. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങോട്ട് എടുക്കാനും എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും എന്നുള്ളൊരു ടൈം കിട്ടിയിട്ടില്ലേനു. അതുകൊണ്ടൊക്കെയാണ് പിന്നെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്ത് നടക്കാനും ഒരു ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ എനിക്കും മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇത് ഞാൻ കല്യാണത്തിൻ്റെ തലേന്നും കല്യാണത്തിൻ്റെ അന്നത്തെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കല്യാണത്തിൻ്റെ തലേന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് എടുക്കുന്നത്. രാവിലെ പതിവുകളൊന്നും തെറ്റിക്കാതെ തന്നെ നമ്മൾ മക്കളെ മദ്രസയിൽ വിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുക്കള കാണുമ്പോഴേ തിരിയുന്നുണ്ടാവില്ലേ, വെളിച്ചം ഇട്ടിട്ട് വരെ ഭയങ്കര ഒരു മഞ്ഞ് മൂടിയ പോലെ ഒരു മൂടൽ പോലെ ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഒന്നാമത്തത് വെളിച്ചം ഉള്ളിലേക്ക് നമുക്ക് കുറവാണ്. പിന്നെ മുറ്റത്ത് പന്തലും ടാർപ്പായും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് തീരെ വെളിച്ചം ഇല്ലാണ്ടാണ് കേട്ടോ ഉള്ളത്. ചിലപ്പം അതുകൊണ്ടായിരിക്കും. പിന്നെ എന്താണാവോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. പിന്നെ പൊതുവേ ഉള്ളിലേക്ക് അങ്ങനെ ഷീറ്റ് മൊത്തത്തിൽ മറിച്ച് ഇങ്ങനെ വെച്ചതായതുകൊണ്ട് വെളിച്ചം പൊതുവേ കുറവാണല്ലോ. അപ്പം ഇനിയിപ്പോൾ ടാർപ്പായും കൂടെ കെട്ടി മഴക്കാറും മഴമൂടലും മഴയും ഒക്കെ ആയിട്ടൊക്കെ ഉള്ളൊരു മൂടൽ കാലാവസ്ഥയൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് ശരിക്കും വെളിച്ചമില്ലായിട്ടാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ കുട്ടികളെ മദ്രസ പറഞ്ഞേക്കാനുള്ള ഒരുക്കത്തിലാണ്. അവർ രണ്ടാളും ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിച്ചുമോൾ പിന്നെ വിളിച്ചപ്പോഴേക്കൊക്കെ എണീച്ച് വന്നിട്ടുണ്ടായിന് കേട്ടോ. മറ്റവൻ പിന്നെ എണീച്ചിട്ടില്ല. ഉറക്കം കുറേ ദിവസമായില്ലേ. ഇപ്പം മര്യാദയ്ക്ക് നമ്മൾ ഉറക്കം 12 മണി 11 മണി അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കിടക്കാൻ. അപ്പോൾ കല്യാണപ്പുരയിലും തലേന്നായിട്ടും അങ്ങനെ എല്ലാം ആയിട്ട് നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കൊക്കെ സമയമായിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ രാവിലെ വിളിച്ചിട്ട് എണീക്കണവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എന്തായാലും ഇന്ന് റവയും കൊണ്ട് ഉപ്പുമാവേനു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞമ്മക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് സൽക്കാരത്തിന് പോവുകയാണ്. ഒരു ബസ് ആളും ഒരു കാറിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയിട്ട് ചെല്ലാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകും വേണം. അതിൻ്റെ മുന്നേ വേഗം പണികൾ തീർക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതാക്കണ എല്ലാം നല്ല ചന്നം ഭിന്നമായി കിടക്കുകയാണ്. കസാരകളൊക്കെ ഇരുന്നത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ടാർപ്പായും അതൊന്നും കഴിച്ചിട്ടുമില്ല. അതിനോണ്ട് മഴ പെയ്താൽ ഒന്നും നനഞ്ഞ് കുളമായി പിണ്ടി ആവുമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ മക്കളെ വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പം അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഓരെ പറഞ്ഞയച്ച് ഉപ്പുമാവും ഒക്കെ പാത്രത്തിലെല്ലാം ആക്കി കൊടുത്ത് കുട്ടികളൊക്കെ പറഞ്ഞയച്ച് ഞാൻ ഇനി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച്. ആ ഒരു ഇരുത്തം നമുക്കൊരു മടി വന്നു പോകും കേട്ടോ. എന്നാലും ഞാൻ പോകേണ്ടതുകൊണ്ട് വേഗം എണീച്ചിട്ടുണ്ടായിരുന്നു. വേഗം പണികളൊക്കെ തീർത്ത് വേഗം ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ അടിക്കലും തുടക്കലും കഴുകലും മോറലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ രണ്ട് ദിവസത്തെ തുണികൾ അപ്പുറത്തെ സൈഡിൽ അയിലുമക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ അന്നാന്ന് തിരുമ്പി ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ലേന് കേട്ടോ. ഒക്കെ ടാർപ്പായിൻ്റെ ഉള്ളിലും വീടിൻ്റെ ചുറ്റിനും കയില് കെട്ടിയിട്ട് അതിൽ കൂടെ കിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ തുണികൾ ആറിടാൻ വേണ്ടിയിട്ട് ബാക്കി ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ അതങ്ങനെ വൈകുന്നേരം വരെ കൂട്ടിയിടണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം കുറച്ച് നേരത്തെ തന്നെ പണികളും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്തായാലും പോവണേം കൊണ്ട് വൈകുന്നേരത്തേക്ക് ആക്കിയാൽ മതി. ഇനിയിപ്പം കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ട് എന്തായാലും കുളിയും മാറ്റലൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ മടക്കാനുള്ള തുണികളൊന്ന് വേഗം കയ്യോടെ അങ്ങോട്ട് മടക്കി വെച്ചാൽ ആ ഒരു പണി ഞാൻ കഴിഞ്ഞിട്ടു. പിന്നെ അതെടുക്കാതെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഒരു കട്ടിൽമേലാണല്ലോ പൊതുവേ നമ്മൾ തിരുമ്പിയ തുണികൾ കൂട്ടിയിടുക. അതവിടെ ഇങ്ങനെ കിടക്കും. ഇനി എത്രയൊക്കെ വൃത്തിയാക്കിയാലും തീരെ വൃത്തിയില്ലാത്ത പോലെ തോന്നും തുണികൾ അവിടെ ഇവിടെ വലിച്ചു വാരിയിട്ടാൽ. അപ്പം ഞാൻ അതൊക്കെ നല്ലോണം മടക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളും വന്ന് ഞങ്ങളെ കുളിയും മാറ്റലും എല്ലാം കഴിഞ്ഞതാ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബസ്സിലാണ് പോണത്. ബസ് വിളിച്ചതേനു, അല്ലാതെ
ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് തന്നെ ജീപ്പും കാര്യങ്ങളൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. എന്തായാലും പുതുക്കം പോണ പോലെ തന്നെ മക്കൾസൊക്കെ പാട്ടൊക്കെ വെച്ച് നല്ല ആട്ടവും പാട്ടും കളിയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോയി. അപ്പം അവരെ വീടിൻ്റെ അവിടേക്ക് വണ്ടികൾ പോകും, പക്ഷേ വലിയ ബസ്സായതുകൊണ്ട് ബസ് അങ്ങോട്ടേക്ക് പോകില്ല. അതുകൊണ്ട് റോട്ടിൽ നിർത്തിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, കുറേ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വരിക്ക് അങ്ങനെ നടന്നു പോയതുകൊണ്ട് അതും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നാസിമോൻ അത് അവിടെ കാണുന്ന നീല പൂവിടുന്ന ചെടിയില്ല, ഇന്ന് പൂ പറിച്ചിട്ടൊക്കെ ഓൻ്റെ ഈ ഇതും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ വീട്. പിന്നെ അപ്പം ഞങ്ങൾ വന്നു, പോയപാട് തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സപ്പോട്ട ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തി, നെയ്ച്ചോറ് വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. വേഗം തന്നെ അവിടുന്ന് അധിക സമയമൊന്നും നിന്നിട്ടില്ല, ഭക്ഷണം കഴിച്ചു. പിന്നെ എല്ലാവരും തിരിച്ചിതാ പുരയിലേക്ക് പോരുകയാണ്. തിരിച്ച് വരുമ്പോഴും കുട്ടികൾ ഇതാക്കണേ, കിട്ടുന്ന സമയം എൻജോയ് ചെയ്യാന്ന് പറയുന്ന മാതിരി ഓരോരോ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് പുരയിലേക്ക് ഇതാ വന്നിക്കണ്. ഇനി നമ്മളെ ഫുഡും പരിപാടികളൊക്കെ നോക്കുകയാണ്. അതിൻ്റെയൊക്കെ മുന്നേ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി. പിന്നെ നമ്മൾ അന്ന് പൊടിച്ച് വെച്ചാൽ പൊടിയില്ലേനോ, അതും കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചതൊക്കെ. അപ്പോൾ എന്തോ ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കണത്, എന്തിനോ വേണ്ടിയിട്ടാണ്. അപ്പം ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ആക്കണം. എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കുഷ്കിയോ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുള്ളൊരു ചോറും കറിയൊക്കെ തന്നെ ഞാനിപ്പോൾ ഇന്ന് ആക്കലുണ്ടാവുള്ളൂ കേട്ടോ. വൈകുന്നേരമായി പിന്നെ ആർക്കും ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നൊരു ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കുകയൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നാച്ചിമോൻ ഇതാക്കണ് നല്ല പൊടിയും ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അത് മൊത്തം അവിടെ തൊയിച്ച് കളയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാഫി നിച്ചോള് ചായ കുടിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ ഇരുത്തിയേക്കണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.